വിശന്നാൽ നിങ്ങളല്ലാണ്ടാവും എന്നുള്ള ഒരു പരസ്യം കണ്ടിട്ടില്ലേ, നമ്മൾ സ്നിക്കേഴ്സിൻ്റെ? അതുപോലെയാണ് എൻ്റെ അവസ്ഥ. വിശന്നാൽ പിന്നെ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കാൻ വൈകുന്നേരം ഞാൻ വിചാരിച്ചു ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേന്ന് ആലോചിച്ചപ്പോൾ പുട്ട് പൊടി ഉണ്ടായിരുന്നു, ഇച്ചിരി പഴവും വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ പുട്ട് തന്നെ ആയിക്കോട്ടെ. എനിക്ക് അങ്ങനെയൊന്നുമില്ല, വൈകുന്നേരം സ്നാക്സ് ഐറ്റംസ് തന്നെ വേണമെന്നൊന്നുമില്ല. രാവിലത്തെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഞാൻ വൈകുന്നേരം കഴിക്കും. അതാണ് ഞാൻ. അങ്ങനെ ഒരു കുറ്റി പുട്ടിലെ പകുതി എടുത്തുള്ളത്, ഒരു കുറ്റിയൊന്നുമില്ല കേട്ടോ, ഒരു 3 കഷ്ണം ഉണ്ടാവുമായിരിക്കും. അതേപോലെ പുട്ടും കുറച്ച് പഴം ഉണ്ടായിരുന്നു, ചെറിയ പഴം, കുഞ്ഞി പഴം. അപ്പം അതും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്, പിന്നെ പഞ്ചസാര ഞാനിപ്പം ഒഴിവാക്കി തീരെ, കാരണം പഞ്ചസാര അത്ര നല്ലതല്ല എന്നാണ് വീട്ടുകാരൊക്കെ പറയണത്. അതുകൊണ്ട് അത് ഒഴിവാക്കി പുട്ടും പഴവും മാത്രം ഞെരടി കഴിച്ചു ഗൈസ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഞെരടി കഴിക്കുന്നവരൊന്ന് കമൻറ്റ് ഇടുക. ഇതുപോലെ വിശന്നാൽ കണ്ണ് കാണാത്തവരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. വീട്ടിലൊരു സാധനവും നമ്മളെപ്പോലെ ഉള്ളവരുണ്ടെങ്കിൽ വേസ്റ്റ് ആവില്ല, കാരണം അത്രയും, കാരണം എല്ലാം നമ്മൾ പറക്കി ഇടയ്ക്കിടയ്ക്ക് തിന്നുമല്ലോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ, ബൈ ബൈ.